സ്വർണ്ണപ്പാളികളിൽ നിന്ന് മുറിച്ചത് വലിയ ഭാഗങ്ങൾ. ദ്വാരപാലക ശില്പത്തിന്റെ കൈയുടെ ഭാഗം മുറിച്ചെടുത്ത പാളികൾ ഈ രൂപത്തിൽ ദീർഘകാലം വയ്ക്കാൻ കഴിയില്ലെന്ന തന്ത്രിയുടെ നിർദ്ദേശം. തന്ത്രിയുടെ പരിശോധനയ്ക്ക് ശേഷമാണ് പാളികൾ പുനഃസ്ഥാപിച്ചത്. മുറിച്ചുമാറ്റിയ ഭാഗങ്ങളിലെ വിടവ് എന്തു ചെയ്യണമെന്ന് ദേവസ്വം ബോർഡ് തീരുമാനിക്കും. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. എല്ലാം തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വലിയ പാളികൾ മുറിച്ചെടുക്കുകയും മറ്റും ചെയ്തു. വിശദാംശങ്ങൾ എന്താണ് പ്രശാന്ത്? മോദി, ഗുഡ് മോർണിംഗ്. ഇത്തവണ മൂന്നാം തവണയാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ ദ്വാരപാലക പാളിയുടെയും അതുപോലെ തന്നെ ശബരിമല ശ്രീകോവിലിലെ മറ്റ് കവചങ്ങളുടെയും എല്ലാം 4 വശത്തു നിന്നും ഈ സാമ്പിളുകൾ ശേഖരിച്ചത്. അത് ഇത്തവണ കൂടുതൽ സാമ്പിളുകൾ അത് ദ്വാരപാലക ശില്പത്തിന്റെ പാളിയിൽ നിന്ന് മാത്രം 3 ഭാഗത്തു നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളായിട്ടാണ് അത് മുറിച്ചെടുത്തിരിക്കുന്നത്. കാരണം പരിശോധനയ്ക്ക് അത്തരത്തിൽ ഉള്ള സാമ്പിൾ ശേഖരണം വേണം എന്നതുകൊണ്ടാണ് ഇത്തവണ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ 4 സെന്റിമീറ്റർ വരെയൊക്കെ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇത്തവണ തന്ത്രിയുടെ അനുജ്ഞ വാങ്ങിയാണ് ഈ നടപടികൾ ദേവസ്വം ബോർഡ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ ദ്വാരപാലക ശില്പത്തിന്റെയും അതുപോലെ തന്നെ മറ്റ് പാളികളുടെയും സാമ്പിൾ ശേഖരിക്കും മുൻപ് അനുജ്ഞ വാങ്ങിയിരുന്നു. അപ്പോൾ തന്ത്രി എക്സിക്യൂട്ടീവ് ഓഫീസർക്ക്, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഇപ്പോൾ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ദ്വാരപാലക ശില്പത്തിന്റെ പാളികളുടെ അല്ലെങ്കിൽ ഈ ശ്രീകോവിലിലെ ഈ സാമ്പിളുകൾ ശേഖരിച്ച ഭാഗത്തു നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് തന്നെ ഇതിലെ പോരായ്മകൾ പരിഹരിക്കണമെന്ന കത്താണ് നൽകിയിരിക്കുന്നത്. അതായത് ഈ പാളികൾ തിരികെ സ്ഥാപിക്കണമെന്നോ വേണ്ടെന്നോ ഉള്ള നിലപാട് തന്ത്രി ദേവസ്വം ബോർഡിനെ അറിയിച്ചിട്ടില്ല. അത് ബോർഡിന് തീരുമാനിക്കാം. ഇപ്പോൾ സാമ്പിളുകൾ ശേഖരിക്കുന്നത് ഈ അന്വേഷണത്തിന്റെ ഭാഗമാണ് എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് നിലപാട് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തവണ ഈ സാമ്പിൾ ശേഖരണം ദ്വാരപാലക ശില്പത്തിന്റെ പാളിയും അതുപോലെ തന്നെ ശ്രീകോവിലിന്റെ വശങ്ങളിലുള്ള പാളികളിൽ നിന്നെല്ലാം തന്നെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിലയിൽ മറ്റൊരു അഭിപ്രായം കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് ഈ ദ്വാരപാലക ശില്പത്തിന്റെ പാളിയിൽ നിന്ന് മുറിച്ചു മാറ്റിയതുകൊണ്ട് തന്നെ ഈ മുറിച്ചു മാറ്റിയ കൈയുടെ ഭാഗത്തു നിന്നും മറ്റു പല ഭാഗത്തു നിന്നുള്ള പീസുകളാണ്, സാമ്പിളുകളാണ് അഴിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിൽ ഇനി ഇത് തിരികെ സ്ഥാപിക്കുന്നത് ശരിയാണോ എന്ന കാര്യത്തിലടക്കം ദേവസ്വം ബോർഡിനൊരു തീരുമാനം എടുക്കേണ്ടി വരും. എന്തായാലും നിലവിൽ തന്ത്രി അക്കാര്യത്തിൽ ഇത് തിരികെ സ്ഥാപിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായം ബോർഡിനെ അറിയിച്ചിട്ടില്ല എന്നാണ് വിശദീകരിക്കുന്നത്. പ്രശാന്ത്, ഈ ദ്വാരപാലക പാളികളുടെ സാമ്പിൾ ശേഖരണത്തിലെ പോരായ്മകൾ പരിഹരിക്കണമെന്നാണല്ലോ ഈ ശബരിമല തന്ത്രി കണ്ഠരര് മഹേഷ് മോഹൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്ത് പോരായ്മയാണ് ചൂണ്ടിക്കാട്ടുന്നത്? തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് ഈ ഒറ്റ നിർദ്ദേശം മാത്രമേ വെച്ചിട്ടുള്ളൂ. അത് പോരായ്മകൾ പരിഹരിക്കണമെന്നതാണ്. അപ്പോൾ അത് ഏത് രീതിയിൽ വേണോ ദേവസ്വം ബോർഡിന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അത് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരായും എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് പോരായ്മകൾ നിർദ്ദേശിക്കുന്നത് ഒന്ന്, ദ്വാരപാലക ശില്പത്തിന്റെ പാളി തന്നെ മാറ്റിയോ നടക്കമുള്ള കാര്യത്തിലുള്ള അന്വേഷണമാണ് ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നിലവിൽ അവിടെ ഉണ്ടായിരുന്ന പാളിയിൽ നിന്ന് 3 തവണയായി, ഇത് 3ാം തവണയാണ് സാമ്പിൾ ശേഖരണം നടക്കുന്നത്. അതായത് അതിൽ നിന്ന് തുരന്നും അല്ലാതെ മുറിച്ചു മാറ്റിയൊക്കെയാണ് അതിന്റെ രൂപത്തിൽ, അല്ലെങ്കിൽ അതിൽ ഏത് രൂപത്തിലാണോ വരുന്നത് അതിൽ മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ പോരായ്മ പരിഹരിക്കണമെന്ന് തന്ത്രി ദേവസ്വം ബോർഡിന് മുൻപാകെ കത്തിന് മറുപടിയായി കത്ത് നൽകുമ്പോൾ അത് ദേവസ്വം ബോർഡ് അതിൽ ഇനി ഒരു ഉചിതമായ തീരുമാനം എടുക്കേണ്ടി വരും. അതായത് അങ്ങനെയാണെങ്കിൽ അത് ഈ രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കപ്പെടേണ്ടി വരും. അതായത് ഒന്ന്, ദ്വാരപാലക ശില്പത്തിന്റെ പാളിയിൽ നിന്നുള്ള ഭാഗങ്ങൾ സാമ്പിൾ ശേഖരണത്തിനായി മുറിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ ഭഗവാന് മുൻപിൽ സമർപ്പിച്ച പാളികളിൽ രൂപങ്ങൾ മാറിയതിനാൽ തന്നെ അത് ആ രീതിയിൽ സ്ഥാപിക്കുന്നത് ഉചിതമാണോ എന്നതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്തായാലും അക്കാര്യങ്ങൾ ഇങ്ങനൊരു കത്ത് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് ദേവസ്വം ബോർഡിന് നൽകിയോണ്ട് തന്നെ ദേവസ്വം ബോർഡ് അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായം എന്താണ്, അദ്ദേഹം ഈ പോരായ്മകൾ പരിഹരിക്കണമെന്ന് ഉദ്ദേശിച്ചത് എന്താണ് എന്ന കാര്യത്തിൽ അഭിപ്രായം ആരാഞ്ഞ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. പോരായ്മ പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് നൽകിയിട്ടുള്ളത്. തന്ത്രി ദേവസ്വം ബോർഡ് കത്ത് നൽകിയത് എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് കത്ത് നൽകിയിട്ടുള്ളത്. അഴിച്ചെടുത്ത പാളികൾ പക്ഷേ തിരികെ സ്ഥാപിക്കണം എന്നോ വേണ്ടയോ എന്നോ തന്ത്രിക്ക് നിർദ്ദേശമൊന്നും ഇല്ല. വിശദാംശങ്ങളാണ് പ്രശാന്ത് കൃഷ്ണ പങ്കുവച്ചത്.